ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ കാർഡ്സിനെ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു മാറ്റം വരുന്നില്ല എന്ന് പല വ്യക്തികളുടെയും പരാതിയാണ്. പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങൾ മാറ്റം വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ടാണ് അനുകൂലമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? യൂണിവേഴ്സിൻ്റെ ഇത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? ഓക്കെ, ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള അനുഗ്രഹം ഇവിടെ ഓപ്പണായി നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ചില പ്രതികൂല തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്നും ദൂതൻ നിങ്ങൾക്കുള്ള അനുഗ്രഹവുമായി വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു തടസ്സം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് ആ തടസ്സം? ഇവിടെ 2 കാർഡ്സ് വന്നു. ഇത് ഞാൻ എടുത്ത കാർഡ്സും ഇത് യൂണിവേഴ്സായിട്ട് കാർഡ്സുമാണ് ഈ കാണുന്നത്. 5 ഓഫ് പെൻറ്റിക്കിൾ. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾ ചില നെഗറ്റീവ് സിറ്റുവേഷനിലാണ്. ഓക്കെ, ഇവിടെയും നെഗറ്റീവ് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ലൈഫിലുള്ള ആ നെഗറ്റീവ് പ്രവൃത്തി എന്താണെന്ന് കണ്ട് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാതെ, അതിൽ നിന്നും നിങ്ങൾ മാറാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടെ എത്തില്ല. യൂണിവേഴ്സിൽ നിന്നും വരുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ആ ഒരു കാര്യം, എന്തോ ഒരു നെഗറ്റീവ് കാര്യം ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നു. ആ നെഗറ്റീവ് കാര്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിനെ മാറ്റിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? എന്ത് നെഗറ്റീവ് കാര്യമാണ് എൻ്റെ വ്യൂസിൻ്റെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ഇവിടെ 5 ഓഫ് കപ്പ്. വീണ്ടും ഇതേ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതും 5 ഓഫ് കപ്പാണ്. 5 കപ്പ് കണ്ടോ? അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, 5 ഓഫ് കപ്പ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സന്തോഷവുമില്ല. നിങ്ങൾക്ക് ഉള്ളതിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കിട്ടുന്ന ഒരു പിടി അരിയാണോ, ആ ഒരു പിടി അരി കിട്ടിയതിൽ അത് വാങ്ങിച്ച് വെച്ചിട്ട് ദൈവമേ എനിക്കിന്ന് കഴിക്കാൻ ഈ ഒരു പിടി അരിയെങ്കിലും നീ എനിക്ക് ബാക്കി വെച്ചല്ലോ, എനിക്ക് തന്നല്ലോ എന്നുള്ളതിൽ സന്തോഷിക്കുന്നതിന് പകരം എനിക്ക് ഇന്നലെയും ഒരു ചാക്ക് അരി ഉണ്ടായിരുന്നു, അത് ഇതുവരെയും എന്നിലേക്ക് തിരികെ വന്നില്ല എന്നുള്ളതിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത്. ഇവിടെ ഉള്ളതിൽ നന്ദിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ഇച്ചിരി ആണെങ്കിലും ഇന്നത്തെ ദിവസത്തെ ചൊല്ലി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ജോലി ചെയ്തിട്ട് ഒരു 50 രൂപയെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയുക. യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന 2 കപ്പുകളുണ്ട്. അപ്പം ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇതിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ഇതെനിക്ക് ബാക്കിയുണ്ടല്ലോ, ഇതുപോലും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്, എങ്കിൽ എനിക്ക് ഇപ്പോഴും ഇതെങ്കിലും ബാക്കി വെച്ചല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നതിന് പകരം എനിക്ക് അയ്യോ 3 എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് 2 ബാക്കിയുള്ളൂ എന്നുള്ളതിൽ ദുഃഖിച്ച് നിൽക്കുന്ന അവസ്ഥ കൊണ്ടാണ് ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരാത്തത്. ഇവിടെ തടസ്സം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങളുടെ അട്രാക്ഷൻ വഴി നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു തടസ്സം നിങ്ങൾക്ക് മാർഗ തടസ്സമായി നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് വീണ്ടും ക്ലാരിഫൈ ചെയ്ത് വന്നപ്പോഴും വീണ്ടും 5 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പിനെ കഴിയും നിങ്ങളിവിടെ നിങ്ങളുടെ കയ്യിൽ നിന്നും ചരിഞ്ഞു പോയിരിക്കുന്ന ആ കപ്പിലെ ഓർത്തിട്ടാണ് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല.
ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നിങ്ങളെ ശിക്ഷ അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു, എനിക്ക് ഒരു വിജയം ലഭിക്കും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കില്ലാണ്ട് നിങ്ങൾക്ക് വീണ്ടും ആ എന്തുകൊണ്ട് എന്നുള്ള ആ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ പ്രസൻറ്റിനെ നിങ്ങൾ ഇല്ലാമാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും കണ്ണുനീര് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്, അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്, നിങ്ങൾക്ക് ഇരുട്ടാണ്. ഇപ്പം സൂര്യൻ നല്ല രീതിയിൽ പ്രകാശിച്ചിരുന്നാലും ശരി തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ചില അത്ഭുതങ്ങളെ കാണുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില വിളക്കുകളെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങളിലേക്ക് പാസ്റ്റിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ അന്ധത ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അന്ധകാരമാണ്, നിങ്ങൾ വിളക്ക് തെളിയിച്ചിട്ടില്ല. നിങ്ങൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുക. നിങ്ങൾ പലപ്പോഴും റീഡിങ് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു, ഓക്കെ ശരിയാണ്, എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു അനുഗ്രഹമാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നു. ഇവിടെയും ഡിപ്രഷനാണ്. 5 ഓഫ് പെൻറ്റിക്കിളാണ് വീണ്ടും വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരാതെ, ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക്, എല്ലാവർക്കുമല്ല ചില വ്യക്തികൾക്ക് എന്തുകൊണ്ടാണ് അനുഗ്രഹം അവരെ തേടി എത്താത്തത് എന്ന് ചോദിച്ചതിൽ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്പും 5 ഓഫ് പെൻറ്റിക്കിളും ഡബിൾ കാർഡ്. ഇതിൻ്റെ കാർഡ്, ഇതിൻ്റെ കാർഡ്. പിന്നെ ഭാരം ഒന്ന് മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വാ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു ചാവി വെച്ചിട്ടുണ്ട്. ഈ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരൂ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കൺഫ്യൂഷനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഇന്നർ പവർ തരും. എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിൽ തന്നെ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും. പക്ഷെ നിങ്ങളിപ്പം എന്തൊക്കെയോ ഭ്രമത്തിലാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങൾക്കുള്ളത് കൊണ്ട്, ഒന്നിലധികം ഓവർ തിങ്കിങ് ആയിരിക്കുന്നത് കാരണം നിങ്ങൾ എടുക്കുന്നതെല്ലാം നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൊത്തുന്ന പാമ്പുകളായി മാറുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഈ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. ആകെ നമുക്ക് കടമായിട്ട് തന്നിരിക്കുന്ന ഒരു ശരീരമാണ്. ആ ശരീരത്തിലൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം നമ്മളെ ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ ഈ ഒരു സുന്ദരമായിട്ടുള്ള ഈ സ്വർഗത്ത്, ഈ ഭൂമി എന്ന് പറയുന്നത് ഇതാണ് സ്വർഗവും നരകവും. ഇപ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുന്നത്, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കുന്നത് നരകത്തെയാണോ സ്വർഗത്തെയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ശരീരം എന്നുള്ള കൂടാരം ഉപേക്ഷിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ജന്മം വെറുതെ ആക്കാതെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തി തീർക്കുക. നമ്മുടെ കർമ്മം എന്താണോ അതെല്ലാം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പാസ്റ്റിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുക, നമ്മൾ അതിനെ ചേസ് ചെയ്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചില കാര്യങ്ങളെ, നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ ചേസ് ചെയ്ത് വീണ്ടും പോയിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ഇന്നത്തെ പോലെയാണ് നമ്മുടെ ജീവിതവും. ഇടയ്ക്കൊക്കെ നമുക്കൊരു റിവേഴ്സ് ഗിയർ വേണം, നമ്മൾ തിരിച്ചൊന്ന് പോകേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ തിരിച്ചു ഒന്ന് വന്നിരിക്കുന്നെങ്കിൽ, നമ്മൾ പിറകോട്ടൊന്ന് വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ വഴി നേരെയാക്കി മുന്നോട്ട് പോകുന്നതിനാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് കേൾക്കാത്തത് എന്ന് ചോദിച്ചതിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊരു മാറ്റം കൊണ്ടുവരിക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പും എടുക്കാൻ കഴിയില്ല. നിങ്ങളൊരു സ്റ്റെപ്പ് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഈ ഒരു മാറ്റത്തിന് എനിക്കൊരു സ്റ്റെപ്പ് എടുക്കണമെന്ന് വിചാരിച്ച് നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ യൂണിവേഴ്സിനും നിങ്ങളോടൊപ്പം മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉള്ളതിൽ സന്തോഷിക്കുക, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി ഇരിക്കുക എന്നുള്ളതാണ്
എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് എന്തുകൊണ്ടാണ് അനുഗ്രഹം കടന്നു വരാത്തത്? യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു തന്നതിനായി നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, യൂണിവേഴ്സിൽ നിന്ന് മെസ്സേജ് തന്നതിനായി നന്ദി. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ അനുഗ്രഹം വന്നു ചേരാത്തത്? ക്ലാരിറ്റി ഇല്ലാതെ കൺഫ്യൂഷനായി ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തലച്ചോറിൽ കൂടി കടന്നു പോകുന്നത് ലക്ഷക്കണക്കിനുള്ള ചിന്തകളാണ്. ഒരു വിഷയമല്ല, ഒന്നിലധികം വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് യൂണിവേഴ്സിന് കൺഫ്യൂഷനായി വരുന്നു, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഏറ്റവും പ്രാധാന്യമുള്ളത്, നിങ്ങൾക്ക് ആദ്യം നിങ്ങളിലേക്ക് എത്തേണ്ടത് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി യൂണിവേഴ്സിലേക്ക് എത്തുന്നില്ല, നിങ്ങളുടെ മെസ്സേജ് എത്തുന്നില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് നൽകുന്നത്. നിങ്ങൾക്ക് ചില കാർമികമായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പഠിക്കാതെ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു, എന്നാൽ ആ പാഠത്തിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിൽ അത് വീണ്ടും പഠിച്ച് മുന്നേറുന്നതിന് പകരം വീണ്ടും നിങ്ങൾ സ്റ്റക്കായി അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ പോകണം. ഇതുവരെയും നിങ്ങൾക്ക് പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങളെ ഇതുവരെയും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഇതുവരെയും പാസ്റ്റിലെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇതുവരെയും ലെസൺ പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിക്കാത്തവരുടെ ജീവിതത്തിലാണ് അടുത്തൊരു സ്റ്റെപ്പ് ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ വന്ന തെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി അതിലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മാറ്റം തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിൽ എത്തുന്നുണ്ട്. അതിനുള്ള നീതിയും ജസ്റ്റിസും ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആ ജസ്റ്റിസ് നിങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തയ്യാറാക്കി കഴിഞ്ഞു. അത് നിങ്ങളിലേക്ക് എത്താൻ പറ്റാത്തവണ്ണം നിങ്ങൾ തന്നെ ഇവിടെ ബ്ലോക്കേജ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, ആ ബ്ലോക്കേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ ഓവർ തിങ്കിങ്ങും ഈ ഒരു വിഷമഘട്ടങ്ങളും നിങ്ങൾ നീക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹം നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും യൂണിവേഴ്സിൻ്റെ ജോലികളെല്ലാം കൃത്യമായി തന്നെ ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എൻ്റെ വ്യൂസിന് എന്ത് മാറ്റമാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയാൽ, ഓക്കെ, ഈ നയൻ ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിന്നും മാറിയാൽ എന്തെല്ലാം അനുഗ്രഹമാണ് എൻ്റെ വ്യൂസിന് ലഭിക്കാൻ പോകുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് സർവ്വതും ഡെത്തായി എന്ന് വിചാരിച്ച് നിങ്ങൾ ഇത്രത്തോളം തകർന്ന് നിലവിളിച്ച് കരയുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ, സാമ്പത്തികമാകാം, നിങ്ങളുടെ ജോലിയാകാം, റിലേഷൻഷിപ്പ് ആകാം, ഇവിടെ തകർന്നു പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ നിലവിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഡെത്തായി ഇരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റീബർത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ അവസാനിച്ചു, അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ വേൾഡിൻ്റെ കാർഡാണ്. നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് അവസാനമല്ല, വീണ്ടും നിങ്ങളിലേക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരും. യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. യൂണിവേഴ്സിൻ്റെ സ്നേഹത്താൽ തന്നെയാണ് നിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങളിലേക്ക് എത്താത്തതിന് കാരണം നിങ്ങളുടെ ചിന്താവലയങ്ങളാണ്. ആ ചിന്താവലയങ്ങളെ നിങ്ങൾ പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഡിപ്രഷൻ അവസ്ഥയിൽ നിന്നും, നിരാശ അവസ്ഥയിൽ നിന്നും, സങ്കടത്തിൽ നിന്നും നിങ്ങൾ മാറുക, നിങ്ങളൊരു സ്റ്റെപ്പ് മാറുക. കിട്ടിയ ദിവസത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു അവെയർനെസ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുമെന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ നിന്നും, ഈ ഒരു സങ്കടത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ണുനീരൊന്ന് നിങ്ങൾ തുടച്ചു കഴിഞ്ഞാൽ, ആ കണ്ണുനീരിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തതയില്ല. യൂണിവേഴ്സിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ആ കണ്ണുനീരൊന്ന് തുടച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അവയർനെസ് ലഭിക്കും, നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ള കാര്യം തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു, സന്തോഷങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ തേടി പല ഓഫറുകളും നിങ്ങളെ തേടി എത്തും. അത് റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ ഈ കരയുന്നത്? റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണോ നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടാണോ നിങ്ങൾ കരയുന്നത്? നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങൾ ഒരുപാട് കടബാധ്യതകളിലായിപ്പോയി എന്ന്
വിചാരിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത്? അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതാണ്. എല്ലാം നിങ്ങളെ തേടി എത്തും. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് എല്ലാം കരുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ ഈ കണ്ണുനീരൊന്ന് തുടച്ച് നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരണം. യൂണിവേഴ്സ് വെച്ച് നീട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ വേദനയിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് ഇത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സ് ഇത്ര അധികം നിങ്ങളെ സ്നേഹിക്കുന്നു. യൂണിവേഴ്സിന് പോലും സങ്കടം വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം അത്രത്തോളം സ്നേഹിച്ചിട്ടും നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ യൂണിവേഴ്സിന് വളരെയധികം സങ്കടങ്ങൾ തോന്നുന്നു. കാരണം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഓഫർ വന്നു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ സ്വയം അതിനെ അടച്ചു വെക്കുന്നു. നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണം നിങ്ങളത് അടച്ചു വെക്കുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നീ ഒന്ന് മാറിയെങ്കിൽ മാത്രമേ, നീ ഒരു ചുവട് മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്നിലേക്ക് വരുള്ളൂ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഇവിടെ അടുത്തത് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളെ തന്നെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നത്. പുറമേ നിന്നും ഒരു വ്യക്തികളുമല്ല. നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഓവർ തിങ്കിങ്, ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും നിങ്ങൾ പുറത്ത് വരിക. നിങ്ങളെ ചുറ്റി വളഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ മാനസിക ധൈര്യത്തെ തന്നെ നിങ്ങൾ അത് നടക്കില്ല, ഇത് നടക്കില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സ്റ്റോപ്പാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷനെ നിങ്ങൾ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കണക്ഷൻ വരുന്നില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കണക്ഷൻ വരികയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നോന്ന് അറിയത്തില്ല. ഇവിടെ ഒരു പറവയെ കാണാം. ആ പറവ ഇവിടേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ആ ബന്ധനമാണ് യൂണിവേഴ്സ് ഇവിടെയും കാണിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ദുഃഖങ്ങൾ കൊണ്ടാണ്, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടാണ് നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ടാണ് നിങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്. കണ്ണുനീരായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് വായിക്കാൻ ഒരു പുസ്തകം കൊടുത്താൽ അവർക്ക് വായിക്കാൻ കഴിയില്ല. ആ കണ്ണുനീര് തുടച്ചെങ്കിൽ മാത്രമേ കൃത്യമായി അതിലെന്താണ് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് മാറ്റിയെങ്കിൽ മാത്രമേ യൂണിവേഴ്സിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിന്നിലേക്ക് ആ കാര്യം പെട്ടെന്ന് വരും എന്നുള്ളതുണ്ട്. പക്ഷെ നിങ്ങളുടെ ചിന്തകൾ കാരണം നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു. അതിൽ നിന്നും നിങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. യൂണിവേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണം, നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ മറ്റ് ചില വ്യക്തികളോട് എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തകരാറുകൾ എന്താണെന്ന് ഒന്നുകിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, അതിന് എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് അന്വേഷിക്കാം. അല്ലെങ്കിൽ മറ്റ് ചില ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും പഠിച്ച ചില വ്യക്തികളോട് നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പം മറ്റ് വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചില നോളജുകൾ നേടിയെടുക്കാനായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ലൈഫ് ഇപ്പോൾ തളർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മറ്റ് സ്പിരിച്വലായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചില കൗൺസിലിംഗ് വ്യക്തികളുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അതിനൊരു വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം, നിങ്ങൾ മജീഷ്യനാണ്, നിങ്ങൾക്ക് തന്നെ അതിലൊരു മാറ്റം കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇന്ന പരാജയം സംഭവിച്ചു, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇന്ന പരാജയം സംഭവിച്ചു, അതിനുണ്ടായ കാരണങ്ങളൊക്കെ എന്താണ്, ഞാൻ അതിൽ എൻ്റെ പാർട്ട്ണറിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് എഴുതിയിട്ട് അതിന് പരിഹാരങ്ങളും നിങ്ങൾക്ക് തന്നെ എഴുതാം. അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൽ വന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇന്ന പ്രശ്നങ്ങൾ വന്നു, അതിന് കാരണമായ ഞാൻ എന്തൊക്കെയാണ് അതിന് ചെയ്തത്, അതിന് ഇനി നെക്സ്റ്റ് ടൈം എന്തൊക്കെ മാറ്റി എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക.
പലപ്പോഴും നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു തെറ്റുകുറ്റം ഉണ്ടാകുമ്പോൾ അതിന് കാരണം മൂന്നാമനാണ്, തേർഡ് പാർട്ടിയാണ് എന്ന് കേൾക്കാനാണ് ഓരോ വ്യക്തികളും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കേൾക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിലും എപ്പോഴും ആ ഒരു നമ്മുടെ തെറ്റ് നമ്മളിൽ തന്നെ ഇരിക്കും. ഒരിക്കലും അതിലൊരു തിരുത്തൽ വരുന്നില്ല. ഒരു പെൻസിലിൽ എപ്പോഴും റബ്ബർ ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ നമുക്ക് എഴുതുന്ന വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മായ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മളിലെ ഒരു എറൈസിങ് പോയിന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു മാക്ക് റബ്ബറിനെ പോലെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു എറൈസർ ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചില മിസ്റ്റേക്കുകൾ ഞാൻ എറൈസ് ചെയ്യുന്നു എൻ്റെ ഓവർ തിങ്കിങ് ഞാൻ എറൈസ് ചെയ്യുന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അങ്ങനെ ആവശ്യമുള്ളവർ കൗൺസിലിംഗ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ചില വ്യക്തികളുമായിട്ടോ നിങ്ങൾക്ക് കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം, നിങ്ങളിൽ തന്നെ ഒരു പവറുണ്ട്, മജീഷ്യനാണ് നിങ്ങൾക്കൊരു പുസ്തകം എടുത്ത് നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. ഓക്കെ, വിലയിരുത്തി മുന്നോട്ട് പോകാമെന്ന് യൂണിവേഴ്സ് പറയുന്നു. തകർന്നു പോയതിനെ കെട്ടി ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പ്രയത്നിച്ചിട്ടും നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം എന്താണ്? നിങ്ങൾ പലപ്പോഴും ലക്ഷ്യങ്ങളിലേക്ക് എത്താറുണ്ട്, വീണ്ടും താഴെ വീണു പോകുന്നു. ഈ പല പ്രാവശ്യം ചെയ്തതും താഴെ വീഴുന്നത് തേർഡ് പാർട്ടി കാരണമാണെന്ന് കേൾക്കാനാണ് പലവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റുണ്ട് എന്ന് എറൈസ് ചെയ്യുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴാണോ നമ്മളിലേക്ക് നോക്കി നമ്മൾ ചില കാര്യങ്ങൾ എറൈസ് ചെയ്യാൻ തുടങ്ങുന്നത് എങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്ക് മുന്നേ പോയ പല വിജയിച്ച ആൾക്കാരും പറയുന്നുണ്ട്. ഒരു വണ്ടിയിൽ എന്തിനാണ് ബ്രേക്ക് ഉള്ളത്? വണ്ടിക്ക് ആ ബ്രേക്ക് ആവശ്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതിനെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ് മി മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നിങ്ങളെ. ഓക്കെ, ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ശക്തിയാൽ നിങ്ങളെ സൂക്ഷിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പല ഓഫറുകളും വന്നിരിക്കുന്നു. പക്വതയില്ലായ്മ കൊണ്ട് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു. യൂണിവേഴ്സിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ കെട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ കെട്ടിനെ നിങ്ങൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ, ഈ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നെങ്കിൽ മാത്രമേ യൂണിവേഴ്സിൻ്റെ ആ ഒരു കെയർ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിലുള്ള തെറ്റുകൾക്ക് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ലാസ്റ്റ് ഒരു ചോദ്യവും കൂടി യൂണിവേഴ്സിനോട് ചോദിക്കാം. ഓക്കെ, എൻ്റെ ഈ ഒരു തെറ്റുകളെല്ലാം തിരുത്താൻ ഞാൻ തയ്യാറാണ് യൂണിവേഴ്സ്. ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നു, ഞാൻ വിലയിരുത്താൻ പോകുന്നു. എന്നിൽ വന്നിരിക്കുന്ന തെറ്റുകളെല്ലാം ഞാൻ ഇന്ന് തന്നെ അതിനെല്ലാം നോക്കിക്കണ്ട് ഞാൻ അതിനുവേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഞാൻ കൊണ്ടുവരുമെന്ന് ഞാൻ എന്നോട് തന്നെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങൾ മുന്നോട്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ ജീവിതത്തെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടന്നു പോകും എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും അത് കർമ്മയാണ്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ലെസണാണ്. ആ പാഠങ്ങളിൽ നിന്നും പലതും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കണം. അല്ലാതെ ആ പാഠങ്ങൾ എനിക്കത് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ നിൽക്കരുത്. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമോ? സാഹചര്യം നിങ്ങൾക്ക് മോശമായിരിക്കാം. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ നിന്ന് നോക്കി ഇവിടെ കുഴിയാണ്. അപ്പോൾ സാഹചര്യം നിങ്ങൾക്ക് മോശമാണെങ്കിലും നിങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ചില കാർമികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ജോലി സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചില ശ്രദ്ധാക്കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, ശ്രദ്ധ കുറഞ്ഞു പോയതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ശ്രദ്ധ എന്താണെന്ന്
ഇപ്പം എൻ്റെ ലൈഫിൽ വന്നതിൽ എൻ്റെ പേഴ്സൺ എന്നെ വിട്ടുപോകുന്നതിന് ഉണ്ടായ കാരണത്തിൽ എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങളുടെ പാസ്റ്റിനെ മനസ്സിലാക്കി അതിനെ വിലയിരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് അവിടെ ഉണ്ടായത്, എനിക്ക് എന്ത് ശ്രദ്ധക്കുറവാണ് അവിടെ സംഭവിച്ചത്, അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കഴിയും. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ, നിങ്ങളുടെ എക്സ്പെൻസിൽ എന്താണ് ശ്രദ്ധക്കുറവ് വന്നത്, എന്താണ് എനിക്ക് അവിടെ അധികമായി ഞാൻ ചെയ്തു കൂട്ടിയത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാം. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ പഴയ കാര്യങ്ങളെ, നിങ്ങളുടെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക, നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ മുറുക്കി പിടിച്ച് അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ, നിങ്ങൾ വേദനപ്പെടുത്തിയതായിട്ടുള്ള മുറിവ് ഉണങ്ങണമെങ്കിൽ ആ മുറിവിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങില്ല. അതിന് മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കുക, അതിനെ വിട്ടുകളയുക, നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പം യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന ഈ മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ധൈര്യപ്പെടുവിൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് കണ്ണുനീര് തുടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വെക്കുകയെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് വരും. നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ ഉദയം സംഭവിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയുമുള്ള ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.